ഈ ഒരു സാധനം നിസ്സാരം പൈസക്കാണ് ഞാൻ മേടിച്ചത്. കാര്യം അറിയണ്ടേ, എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? എന്നാ വാ, ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കാർബൂട്ടിന്റെ ഐറ്റം ഉള്ളത്. ഈ ഐറ്റം തന്നപ്പോൾ ആ തന്ന ഇവിടത്തുകാരി ആ അമ്മാമ്മക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇതിനോട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ അടുത്ത് പറഞ്ഞത്, ഇത് ഞാൻ ചെയ്തതാണ്, എനിക്കിത് ചെയ്ത് തീർക്കാനായിട്ട് 3 ആഴ്ചയോളം എടുത്തു എന്നാണ് പറയണത്. കാരണം കണ്ടിന്യൂസ്ലി ചെയ്യില്ല അവർ. കാരണം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒരു ദിവസം ചെയ്തിട്ട് പിന്നീട് അടുത്ത ദിവസം അങ്ങനെയൊക്കെ ചെയ്യണം അവർ. കംപ്ലീറ്റ് ചെറിയ നൂല് വെച്ചിട്ടാണ് ഇത്രയും ഡിസൈൻ ഉണ്ടാക്കിയിരിക്കണം അവർ. പുള്ളിക്കാരത്തി ഞാൻ ചോദിച്ചു, സങ്കടമില്ല ഇത് കൊടുക്കുന്നതിലെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇല്ലില്ല, ഇത് എനിക്കിനി ഇപ്പോൾ താല്പര്യമില്ല, സൂക്ഷിക്കാനുള്ള ഒരു ഇതില്ല. ഇനി ആരെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട് വന്നെങ്കിൽ അവർ വരട്ടെ, അവരെ സൂക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇതിന് വെറും ആ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ചാർജ് ചെയ്തത് 3 പൗണ്ട്. 3 പൗണ്ടിന് പുള്ളിക്കാരത്തിന് 3 ആഴ്ചത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 330 രൂപക്ക് 3 ആഴ്ചത്തെ ആ പുള്ളിക്കാരത്തിയുടെ ഒരു ശ്രമമാണ് ഈ കാണുന്നത്, പുള്ളിക്കാരത്തിൻ്റെ അധ്വാനം. അത് വെറും ഇത്രയും പൈസക്ക്. പക്ഷെ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ പുള്ളിക്കാരത്തി ആ പൈസ 3 പൗണ്ടിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ചത്. അതുകൊണ്ട് നല്ല അടിപൊളി ഡിസൈനാണ്. ഒരു അറ്റാച്ച് ആ പുള്ളിക്കാരത്തേക്ക് ഇതിനോടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കാർബോർഡ് സെയിലിലൊക്കെ വിൽക്കാൻ വരുന്നത്. ഇത്ര മനോഹരമായ ഒരു വർക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നെനിക്കറിയില്ല. അതും വെറും 3 പൗണ്ടിന്. ഇനിയിപ്പോൾ അവർ ഒരു പക്ഷേ 10 പൗണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഈ വർക്ക് മേടിക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രമാത്രം ഈ വർക്ക് ഇഷ്ടമായി. അവരുടെ ഒരു ഓർമ്മയ്ക്ക് ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ.